അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മറ്റൊരു CPM നേതാവ് കൂടി അറസ്റ്റിലാവുകയാണ്. വെറും CPM നേതാവ് മാത്രമല്ല ഈ കക്ഷി, മറിച്ച് കഴിഞ്ഞ 3 വർഷം ശബരിമലയുടെ നിയന്ത്രണമുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അതെ, PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഒടുവിൽ വലയിലായിരിക്കുന്നത്. കേസന്വേഷണത്തിന്റെ തുടക്കം മുതൽ സംശയനിഴലിലായിരുന്ന വ്യക്തിയായിരുന്നു പ്രശാന്ത്. LDF സർക്കാരിന്റെ കാലത്ത് പലതവണ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അന്നൊക്കെ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തിയ പ്രശാന്തിന്റെ കയ്യിൽ തന്നെയാണ് ഒടുവിൽ വിലങ്ങ് വീണിരിക്കുന്നത്. 2022 മുതൽ 2025 നവംബർ വരെ 3 വർഷക്കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പ്രശാന്ത്. 2025 സെപ്റ്റംബറിൽ പ്രശാന്ത് പ്രസിഡന്റായിരിക്കെയാണ് തിരുവാഭരണങ്ങൾ രണ്ടാമതും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങാതെയായിരുന്നു ഈ നടപടി. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തയിൽ നിന്നാണ് 2019 മുതൽ ശബരിമലയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ ചുരുളഴിയുന്നത്. അതിന് കാരണമായത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരന്തരവും കർശനവുമായ ഇടപെടലും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ ഹൈക്കോടതി പലപ്പോഴും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം 2025 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് 2019 കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് എന്നായിരുന്നു. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം വേണമെന്ന് കോടതി പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ LDF സർക്കാരിന്റെ കാലത്ത് അതിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. അതെന്തുകൊണ്ടെന്നത് ഉത്തരം കിട്ടാത്ത കാര്യമാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രശാന്തിനെതിരായ അന്വേഷണ സംഘത്തിന്റെ നടപടി എന്ന് കാണാം. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. പ്രശാന്തിൽ മാത്രം ഈ അറസ്റ്റ് ഒതുങ്ങില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ബോർഡ് അംഗം R. അജികുമാറും തിരുവാഭരണം കമ്മീഷണർ റെജിലാലുമെല്ലാം പിന്നാലെ അറസ്റ്റിലാകാനാണ് സാധ്യത. ഇന്ന് രാവിലെ തന്റെ അറസ്റ്റ് മുൻകൂട്ടി കണ്ട പ്രശാന്ത് താൻ നിരപരാധിയെന്ന് ന്യായീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. UDF സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമെന്നാണ് പ്രശാന്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നത്. അടുത്തിടെയാണ് ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത്. അന്ന് അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന കർശന നിർദ്ദേശവും നൽകി. 2025 ദ്വാരപാലക പാളി കടത്താൻ ശ്രമിച്ച കേസിൽ 54 പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്ന് പ്രതികൾ നടത്തിയ കുറ്റകൃത്യത്തിന്റെ രീതി മനസ്സിലായെന്നുമാണ് അന്ന് SIT കോടതിയെ അറിയിച്ചത്. നേരത്തെ പ്രശാന്തിനെയും അന്നത്തെ ഭരണസമിതിയെയും പ്രതികളാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയ SIT അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രതികളുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വ്യക്തം. ഇനി സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. കേസന്വേഷണത്തിന്റെ തുടക്കം മുതൽ അറസ്റ്റിലായ പ്രതികളെല്ലാം CPM നേതാക്കളാണ് എന്നതാണ് ഏറെ നിർണായകം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിരുന്ന A. പത്മകുമാർ, N. വാസു എന്നിവരെല്ലാം CPMന്റെ പ്രധാന നേതാക്കളായിരുന്നു. പത്മകുമാർ അറസ്റ്റിലായി ജയിലിൽ കിടന്നപ്പോഴും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എന്നോർക്കണം. വിഷയത്തിൽ അറസ്റ്റിലായ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവരെ ന്യായീകരിച്ച് സംരക്ഷിക്കുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി തന്നെ പിന്നീട് വിലയിരുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ മറ്റൊരു നേതാവ് കൂടി ജയിലിലേക്ക് പോകുമ്പോൾ CPM സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.